ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു പെയിൻറ്റിങ് വീഡിയോ ആണ്. അപ്പോൾ നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ഫ്രണ്ട്സ്, ഞാൻ ഇന്നലെ വരച്ച ഒരു വാട്ടർ കളർ പെയിൻറ്റിംഗ് ആണ്. അപ്പോൾ ഞാൻ എടുത്തിരിക്കുന്ന പെയിൻറ് എന്ന് വെച്ചാൽ ഡോംസിൻ്റെ പോസ്റ്റർ കളേഴ്സ് ആണ്. അടുത്ത ഞാൻ എൻ്റെ പെയിൻറ് ബ്രഷ് കാണിച്ചു തരാം. നമ്മൾ എടുത്തിരിക്കുന്നത് 5 ബ്രഷുകളാണ്. ഒരെണ്ണം ഇങ്ങനെ ഒരു ഫ്ലാറ്റ് ബ്രഷ്, കുറച്ചും കൂടിയും വീതി കൂടിയ ഒരു ഫ്ലാറ്റ് ബ്രഷ് ഉണ്ട്. ഭയങ്കര പോയിന്റ് ആയിട്ടുള്ള ഒരു ബ്രഷ് എടുത്തിട്ടുണ്ട്. 2 ഇങ്ങനത്തെ ബ്രഷ് എടുത്തിട്ടുണ്ട്. ഇത് കുറച്ച് വലുതും ഇത് കുറച്ച് ചെറുതുമാണുള്ളൂ. അപ്പോൾ ഫ്രണ്ട്സ്, ഞാൻ ഫോൺ ഒരു സ്ഥലത്ത് ഇങ്ങനെ വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് പെയിൻറ് ചെയ്യാൻ തുടങ്ങാം. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇതേപോലത്തെ തന്നെ ഒരു ബ്ലൂ ഫ്ലവേഴ്സ് ആണ്. നമ്മുടെ ഫ്ലവേഴ്സ് വരയ്ക്കാനുള്ള നല്ല ഇതേപോലത്തെ ടെക്നിക്കാണ് ഞാൻ പറഞ്ഞുതരാൻ പോകുന്നത്. നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. നമുക്ക് ആവശ്യമുള്ള കളേഴ്സ് ലൈറ്റ് ബ്ലൂ, പിന്നെ നമുക്ക് ഗ്രീൻ ആവശ്യമുണ്ട്, ബ്ലാക്കും ആവശ്യമുണ്ട്. ബ്ലാക്കും ഗ്രീനും നമുക്ക് ചെറുതായിട്ടൊന്ന് മിക്സ് ചെയ്യണം. അപ്പം നമുക്കൊരു ഡാർക്ക് ഗ്രീൻ നമുക്ക് കിട്ടും. അതിന് വേണ്ടിയിട്ട് പിന്നെ ബ്ലൂവിൻ്റെ ഡാർക്ക് ഷെയ്ഡ്, പിന്നെ നമുക്ക് ഈ ഒരു ലൈറ്റ് യെല്ലോ. ഇത്രയും കളേഴ്സാണ് നമ്മുടെ പെയിൻറ്റിങ്ങിന് ആവശ്യമുള്ളത്. ഇങ്ങനെ ആയി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് അതിൻ്റെ ഫ്ലവേഴ്സ് വരയ്ക്കാൻ തുടങ്ങാം. ഓക്കെ, അപ്പം അത് വരയ്ക്കാനായിട്ട് നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ പെയിൻറ് ബ്രഷ് ഇങ്ങനെ നോക്കുക, ഇങ്ങനെ ചെയ്യാം. നമുക്ക് ഒരിതള് കിട്ടി. ഇങ്ങനെ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുക. ആയ കാരണം കുറച്ചൊക്കെ ബ്ലെൻഡ് ചെയ്യാനുണ്ട്. ഇത് കാരണം നമ്മളിത് ഡാർക്ക് ബ്ലൂ നമ്മുടെ പെയിന്റ് ബ്രഷ് ഒന്ന് വെള്ളത്തിലാക്കുക, ഒന്ന് ജസ്റ്റ് ഒന്ന് തട്ടിക്കുക. കുറച്ച് വെള്ളവും ആക്കുക, എങ്ങാനും കൂടിപ്പോകും, പറയാൻ പറ്റില്ല. നമ്മൾ വാട്ടർ കളറിൽ വെള്ളം വെച്ചാക്കണം. ഇനി നമുക്ക് ഇതിൻ്റെ ഒരു സൈഡിൽ ജസ്റ്റ് ഒന്ന് തട്ടിച്ചാൽ മതി, ആവശ്യമുള്ള സ്ഥലത്ത് മതി. ഉണങ്ങാത്തതിൽ മാത്രം ചെയ്താൽ മതി. നമുക്കിങ്ങനെ ബ്ലെൻഡായി കിട്ടും. ഇത് കണ്ടോ, ഇതേപോലെ ഇങ്ങനെ ബ്ലെൻഡ് ആവും. ഇനി നമുക്ക് അത് വെള്ളത്തിൽ കഴുകണം. കഴുകിയതിന് ശേഷം ഇതായിട്ടുണ്ട്, നമുക്ക് ബ്ലെൻഡ് ആയിട്ടുണ്ട്. അത് പറഞ്ഞാൽ ഞാൻ കുറച്ചുണങ്ങി ഇതിങ്ങനെ ജസ്റ്റ് ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഗൈസ്, ഞാൻ വേഗം ഉണങ്ങാനായിട്ട് ഒരു പഞ്ഞി എടുത്തിട്ടുണ്ട്. നമുക്കല്ലെങ്കിൽ ടിഷ്യൂ പേപ്പറൊക്കെ ഇങ്ങനെ എടുക്കാം. നമ്മൾ വെള്ളം കുറേ ആഡ് ചെയ്തിട്ടുണ്ട് ഇതിങ്ങനെ ബ്ലെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. അത് കാരണം കുറേ നേരം എടുക്കും. ഇത് കാരണം ഞാൻ ഇങ്ങനെ ഒരു പഞ്ഞി വെച്ചിട്ട് ഇങ്ങനെ ചെയ്ത് കൊടുക്കും. നമുക്ക് എവിടെയെങ്കിലും കുറവുണ്ടെന്ന് തോന്നുന്നുണ്ടെങ്കിൽ നമുക്ക് ഒന്നും കൂടി ഇങ്ങനെ കളറിൻ്റെ ആ വെള്ളം ഇരിക്കുന്നുണ്ടാവുമല്ലോ, അതൊന്നെടുത്ത് ഇങ്ങനെ തൊടുക. നമ്മളൊന്ന് അപ്പോൾ ഗൈസ്, അപ്പം നമ്മളുടെ ഫ്ലവേഴ്സ് ഇങ്ങനെ വരയ്ക്കുന്ന കഴിഞ്ഞു. ഇനി നമുക്ക് അതിൻ്റെ ലീവ്സും സ്റ്റെമ്മും ഒക്കെ വരയ്ക്കാം. അതിനെ നമ്മൾ ഏറ്റവും പോയിന്റ് ആയിട്ടുള്ള ബ്രഷാണ് എടുത്തിരിക്കുന്നത്. നമുക്ക് കളർ മിക്സിംഗ് ഒക്കെ നമുക്ക് ചെയ്യാം. ഗ്രീൻ കളർ ബ്ലാക്കിൻ്റെ അടപ്പിൽ ആക്കിയിട്ടുണ്ട്. ബ്ലാക്ക് ആയ കാരണം പെയിൻറ്റിലേക്കൊന്നും മിക്സ് ആവില്ല. നമുക്കൊരു ഡാർക്ക് ഗ്രീൻ കിട്ടുന്നുണ്ട്, ചിലപ്പോൾ ക്യാമറയിൽ കാണാൻ പറ്റുന്നുണ്ടാവും. നമുക്ക് കുറച്ചും കൂടി ഗ്രീൻ എടുക്കാം. നമ്മളിതിൻ്റെ സ്റ്റെമ്മാണ് ആദ്യം തന്നെ വരയ്ക്കാൻ പോകുന്നത്. ഉണ്ടോ, ബ്ലാക്ക് പോലെ തോന്നും, പക്ഷെ അത് ബ്ലാക്ക് അല്ല. ഇല വരച്ചു കൊടുക്കാം.
ആയിട്ട് നമ്മൾ ഏറ്റവും ലൈറ്റ് യെല്ലോ എടുത്തിട്ടുണ്ട്. അത് നമ്മൾ ബ്രഷ് കഴുകി ഇത് കഴിഞ്ഞിട്ട് നമ്മുടെ യെല്ലോ കളർ കുറച്ചെടുക്കാം. ഇതേ നമ്മുടെ യെല്ലോ കളർ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മുടെ ഈ ഒരു ഇതിൻ്റെ നടുക്കായിട്ട് ഇങ്ങനെ ഒന്ന് ഷെയ്ഡ് ചെയ്യാം. ഈ നമ്മൾ ഫ്ലവേഴ്സിൻ്റെ അവിടെ അടിച്ചാൽ കുറച്ച് പുറത്ത് പോയാലും കുഴപ്പമില്ല, നല്ലൊരു ഭംഗിയിലിരിക്കും. ഓക്കെ, ഇനി നമുക്ക് അടിയിൽ കുറച്ച് പുല്ല് വരയ്ക്കാം. പുല്ല് വരയ്ക്കാൻ നമ്മൾ നമ്മുടെ ഈ കളർ തന്നെയാണ് എടുക്കുന്നത്. നമ്മുടെ ഡാർക്ക് ഗ്രീൻ ആ ഒരു കളറ് നമ്മൾ തന്നെ എടുത്തു. കുറച്ച് യെല്ലോ മിക്സ് ആയിട്ടുണ്ട് നമ്മുടെ കയ്യിലുള്ള യെല്ലോ. ഈ യെല്ലോൻ്റെ ഉള്ളിൽ കുറച്ച് ഇത് കൊടുക്കാം, ഒരു വര പോലെ. ഇനിയും ഒരു ടൈപ്പ് പുല്ല് കൂടി നമ്മൾ വരയ്ക്കും. ഈ ഒരു കളറാക്കി എടുക്കാം. അത് നമ്മുടെ പുല്ലായിട്ട് അടിക്കാം. 2000 years later. ഗൈസ്, നമ്മുടെ ഫ്ലവർ അങ്ങനെ കഴിഞ്ഞിട്ടുണ്ട്. ഗൈസ്, എൻ്റെ പെയിൻറ്റിങ് എങ്ങനെയുണ്ടെന്ന് കമൻസിൽ പറയണം. 10 out of 10 കണ്ടോ. അപ്പോൾ ഗൈസ്, എൻ്റെ പെയിൻറ്റിങ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു വിചാരിക്കുന്നു. അപ്പോൾ ബൈ ബൈ ഫ്രണ്ട്സ്. ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. എൻ്റെ പെയിൻറ്റിങ്ങിന് എല്ലാവരും റേറ്റ് ചെയ്യാൻ മറക്കരുതേ. ബൈ ബൈ.